إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أعوذ بالله السميع العليم من الشيطان الرجيم وما كان المؤمنون لينفروا كافة فلولا نفر من كل فرقة منهم طائفة ليتفقهوا في الدين ولينذروا قومهم إذا رجعوا إليهم لعلهم يحذرون. ഏറെ ആദരണീയരായ വിശ്വാസിനികളെ, ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും അള്ളാഹുവിനെ ഭയപ്പെട്ട് തഖ്വയോടുകൂടി ജീവിക്കണമെന്ന് ഉണർത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. 10ാം ക്ലാസ് +2 റിസൾട്ടുകൾ വന്ന ഒരു സമയത്താണ് നമ്മളുള്ളത്. മക്കൾക്ക് ഏതു രീതിയിലുള്ള വിദ്യാഭ്യാസം തിരഞ്ഞെടുക്കണമെന്നതിനെക്കുറിച്ചുള്ള സംശയങ്ങൾ, ആശങ്കകൾ, സ്വപ്നങ്ങൾ എല്ലാമുള്ള ഒരു സമയത്തു കൂടിയാണ് നാം. ഹലാലായ ഏത് മേഖലയും തിരഞ്ഞെടുക്കുന്നതിൽ ഇസ്ലാമിൽ ഒരു വിരോധവുമില്ല. മാത്രവുമല്ല, വ്യത്യസ്തമായ വിഭിന്നമായ മേഖലകളിൽ നമ്മളുടെ വിദ്യാർത്ഥികൾ ഉണ്ടാവുക എന്നത്, നമ്മളുടെ സമുദായത്തിൽപ്പെട്ട ആളുകൾ ഉണ്ടാവുക എന്നത്, അത് നമ്മളുടെ അസ്തിത്വവുമായി കൂടി ബന്ധപ്പെട്ട വിഷയമാണ് എന്നത് ഗൗരവത്തോടു കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന കാര്യം തന്നെയാണ്. വ്യത്യസ്തമായ മേഖലകളിൽ, ഉന്നതമായ മേഖലകളിൽ, പ്രൊഫഷണൽ വിദ്യാഭ്യാസ രംഗത്തെ പ്രൊഫഷണലായ മേഖലകളിലൊക്കെ നമ്മൾ ഉണ്ടാകണം എന്നത് തന്നെയാണ് നമ്മളൊക്കെ മനസ്സിലാക്കിയിട്ടുള്ള ഒരു യാഥാർത്ഥ്യം. എന്നാൽ അതോടൊപ്പം ചില ആശങ്കകൾ പങ്കുവെക്കേണ്ടതുണ്ട് എന്ന് തോന്നുകയാണ്. ഇന്ന് മതപരമായി പഠിക്കുന്ന സ്ഥാപനങ്ങളിലേക്ക് കുട്ടികളെ പറഞ്ഞയക്കാൻ പലപ്പോഴും രക്ഷിതാക്കൾ വിമുഖത കാണിക്കുന്നു എന്നത് പലപ്പോഴും നമ്മൾക്ക് കാണുന്ന ഒരു വിഷയമാണ്. സ്വന്തം മക്കളെ, നല്ല അറിവുള്ള മക്കളെ, നല്ല ബുദ്ധിശേഷിയുള്ള മക്കളെ, കഴിവുള്ള മക്കളെ അറബിക് കോളേജുകൾ പോലെയുള്ള, അതല്ലെങ്കിൽ മതപരമായ വിജ്ഞാനം കൂടി നേടുവാൻ സാധിക്കുന്ന രീതിയിലുള്ള സ്ഥാപനങ്ങളിലേക്ക് പറഞ്ഞയക്കുന്നത് പലപ്പോഴും അതിനെ ആളുകൾ ഒരു 2ാം നമ്പറായും ഒക്കെ കാണുന്ന ഒരു രീതി നമ്മൾ കാണാറുണ്ട്. അതുപോലെ തന്നെ സമൂഹം എന്നുള്ള നിലയ്ക്ക്, ഒരു മഹല്ലി എന്ന നിലയിൽ ആ രീതിയിലേക്ക് കുട്ടികൾക്ക് പ്രോത്സാഹനവും താല്പര്യവും ഒക്കെ നൽകുക എന്നത് നമ്മളുടെ കൂടി ഉത്തരവാദിത്തമാണ്. അങ്ങനെ പഠിക്കുവാനുള്ള മേഖലകളെ തിരഞ്ഞെടുക്കുന്നവരെ അവരെ ഡീമോട്ടിവേറ്റ് ചെയ്യാതെ, അവരെ പ്രോത്സാഹിപ്പിച്ച് അവരെ പ്രശംസിച്ച വഴിയിലേക്ക് കൊണ്ടുവരിക
എന്ന ഒരു വലിയ ദൗത്യം കൂടി നമുക്കൊക്കെയുണ്ട് എന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യമാണ്. തബൂക്ക് യുദ്ധത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് നടത്തുന്ന സമയത്ത് ഖുർആനിലെ ഒരു വചനം അവതരിക്കുന്നുണ്ട്. അതിങ്ങനെയാണ്: വമാ കാന അൽ മുഅ്മിനൂന ലിയൻഫിറു കാഫ. മുഅ്മിനീങ്ങൾ എല്ലാവരും കൂടി യുദ്ധത്തിന് വേണ്ടി ഒരുങ്ങി പുറപ്പെട്ടു പോവുക എന്നുള്ളത് പാടില്ല. ഫലൗലാ നഫറ മിൻ കുല്ലി ഫിർഖത്തിൻ. എന്തുകൊണ്ട് ഓരോ ഗോത്രവിഭാഗങ്ങളിൽ നിന്നുമുള്ള നിശ്ചിത ആളുകളെ യുദ്ധത്തിന് വേണ്ടി പറഞ്ഞേക്കുവാൻ വേണ്ടി അവരെ അതിനുവേണ്ടി പ്രാപ്തരാക്കുകയും മിൻഹും ത്വായിഫത്തുൻ ലിയതഫഖഹു ഫിദ്ദീൻ. അവരിൽ നിന്നുള്ള ഒരു വിഭാഗം ആളുകൾ അവർ ദീനിൽ ഫിഖ്ഹ് നേടുവാൻ വേണ്ടി, ദീനിൽ അവഗാഹം നേടുവാൻ വേണ്ടി മാറി നിൽക്കുകയും ചെയ്യണമെന്നത് ഖുർആനിന്റെ കൽപ്പനയാണ്. ആ എല്ലാവരും യുദ്ധത്തിന് പോയി ആ പോർമുഖത്ത് ഷഹീദാവുക എന്നതല്ല. അതിലുപരി ചില ആളുകൾ ജ്ഞാനികളായി പണ്ഡിതരുടെ ധർമ്മം നിർവഹിക്കുവാൻ വേണ്ടി മാറി നിൽക്കണം എന്ന് ഖുർആൻ നമ്മളോട് പറയുകയാണ്. എന്തിനു വേണ്ടിയാണ്? വലിയുൻദിറു ഖൗമഹും ഇദാ റജഉ ഇലൈഹിം. അവരുടെ സമൂഹത്തിൽപ്പെട്ട ആളുകൾ തിരിച്ചു വന്നാൽ അവർക്ക് മതപരമായ അറിവും വിജ്ഞാനവും പകരുന്നതിന് വേണ്ടി ഒരു വിഭാഗം ആളുകൾ മാറി നിൽക്കണമെന്ന് പറയുന്നത് അള്ളാഹുവിന്റെ കൽപ്പനയാണ്. നമ്മൾ വിദ്യാഭ്യാസത്തെ പറ്റി പറയും, ഉന്നതമായ വിദ്യാഭ്യാസം നേടേണ്ടതിനെ പറ്റി പറയും. അതോടൊപ്പം ഇതിനു വേണ്ടിയും ഉണ്ടാകണം ബുദ്ധിശാലികളായ, യുക്തിമതികളായ, കഴിവുള്ളവരായ, നന്നായി പഠിക്കുവാനും അറിയുവാനും അന്വേഷിക്കുവാനും കണ്ടെത്തുവാനും എല്ലാം കഴിയുന്ന ബുദ്ധികൂർമ്മതയുള്ള വിദ്യാർത്ഥികളെ പണ്ഡിത ധർമ്മത്തിനു വേണ്ടി മാറ്റിവെക്കുക എന്ന ഉത്തരവാദിത്തം കൂടി സമൂഹത്തിന്റെ കൂടി ബാധ്യതയാണ് എന്ന രീതിയിൽ തന്നെ വളരെ ഗൗരവത്തോടുകൂടി ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഉലമാക്കളില്ലാതെയായാൽ, പണ്ഡിതന്മാരില്ലാതെയായാൽ, ഒരു സമൂഹത്തിൽ നിന്ന് പണ്ഡിതന്മാർ തീർന്നുപോയാൽ അത് ആ സമൂഹത്തിന് നൽകുന്ന പരിക്കത്ര മാത്രം വലുതാണ് എന്നത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു തന്നതാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത് അള്ളാഹു അറിവിനെ പിടിക്കുക എന്ന് പറഞ്ഞാൽ പിന്നെ ജനങ്ങളിൽ നിന്ന് അറിവിനെ അങ്ങോട്ട് ഊരിയെടുക്കലല്ല, ഉയർത്തിക്കൊണ്ടുപോകലല്ല. എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ് വലാകിൻ യഖ്ബിദുൽ ഇൽമ ബിഖബ്ദിൽ ഉലമാഇ. ഉലമാക്കളെ മരിപ്പിക്കൽ കൊണ്ടാണ്, നല്ല ജ്ഞാനഭാരം പേറി നടന്നിരുന്ന പണ്ഡിത വിജുഗീഷിക്കളെ മരിപ്പിക്കലിലൂടെയാണ് അള്ളാഹു അറിവിനെ ഉയർത്തുക, പിടിക്കുക എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞുകൊണ്ട് ഓർമ്മിപ്പിക്കുകയാണ്. ഹത്താ ലം യുബ്ഖി ആലിമൻ. ഒരു പണ്ഡിതനെയും കാണപ്പെടാത്ത അവസ്ഥ വന്നാൽ ഇത്തഖദന്നാസു റൂസൻ ജുഹാല. വിവരം കെട്ട മനുഷ്യരെ ആളുകൾ നേതാക്കളാക്കി സ്വീകരിക്കും. ഫസുഇലു ഫഅഫ്തൗ ബിഗൈരി ഇൽമിൻ ഫദല്ലു വഅദല്ലു. എന്നിട്ട് അവർ ഈ വിവരം കെട്ടവരായ ആളുകളോട് ഫത്വ ചോദിക്കും. ഒരറിവും വിവേകവുമില്ലാതെ അവർ ഫത്വ പുറപ്പെടുവിക്കുകയും ചെയ്യും. അങ്ങനെ സ്വയം വഴിപിഴക്കുകയും മറ്റുള്ളവരെ വഴിപിഴപ്പിക്കുകയും ചെയ്യുന്ന അവസ്ഥ സംജാതമാകും. പണ്ഡിതന്മാരുടെ മരണമാണ്, പണ്ഡിതന്മാരുടെ ക്ഷാമമാണ് ഒരു സമൂഹത്തിൽ നിന്ന് വിജ്ഞാനത്തെ അള്ളാഹു ഊരിയെടുക്കുന്ന രീതി എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുമ്പോ അതെത്രമാത്രം ഗൗരവമുള്ള വിഷയമാണ് എന്നത് നമുക്കറിയാവുന്ന കാര്യമാണ്. നമുക്കറിയാം ഹദീസുകളിൽ ഈ ഇൽമിന് വേണ്ടി നിലകൊള്ളുന്ന ആളുകളെ പ്രോത്സാഹിപ്പിക്കുന്ന മനോഹരമായ പിന്നെ ഹദീസുകൾ നമുക്ക് കാണാൻ കഴിയും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ് മൻ സലക ത്വരീഖൻ യൽതമിസു ഫീഹി ഇൽമൻ സഹലല്ലാഹു ലഹു ത്വരീഖൻ ഇലൽ ജന്ന. ഒരാൾ ഒരു അറിവ് നേടുന്ന മാർഗത്തിൽ പ്രവേശിച്ചാൽ അള്ളാഹു അവന് സ്വർഗത്തിന്റെ വഴി എളുപ്പമാക്കി കൊടുക്കുമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തുടരാണ് വഇന്നൽ മലായികത ലതദഉ അജ്നിഹതഹ റിളൻ ലിതാലിബിൽ ഇൽമി. ഈ അറിവ് തേടുന്ന ആളോടുള്ള ഒരു പിന്നെ അവരോടുള്ള ഒരു താല്പര്യം കാരണം അവരുടെ ചിറകുകൾ, മലക്കുകൾ അവർക്ക് വേണ്ടി അവരുടെ ചിറകുകൾ താഴ്ത്തിക്കൊടുക്കുമെന്ന് പറഞ്ഞുകൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തുടരുകയാണ്. ആകാശവും ഭൂമിയിലുമുള്ളതെല്ലാം അവർക്ക് വേണ്ടി ഇസ്തിഗ്ഫാറിനെ തേടുമെന്ന്. എത്രത്തോളം കടലിലെ മത്സ്യങ്ങൾ പോലും ഈ പിന്നെ ദീനി വിജ്ഞാനം നേടാൻ വേണ്ടി ഇറങ്ങി പുറപ്പെടുന്നവന് വേണ്ടി ഇസ്തിഗ്ഫാറിനെ തേടുമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്ന ശ്രദ്ധേയമായ ഒരു വാക്കുണ്ട് വഇന്നൽ ഉലമാഅ വറസത്തുൽ അംബിയാ. ഉലമാക്കൾ എന്ന് പറയുന്നവർ, പണ്ഡിതന്മാരെന്ന് പറയുന്നവർ അവർ പ്രവാചകന്മാരുടെ അനന്തരാവകാശികളാണ്. വഇന്നൽ ഉലമാഅ ലം യുവരിസു
ദീനാറും വലാ ദിർഹമ. പണ്ഡിതന്മാർ അമ്പിയാക്കളുടെ അനന്തരാവകാശികളാണ് എന്ന് പറഞ്ഞാൽ അമ്പിയാക്കളുടെ സ്വത്ത് മുഴുവൻ ഈ പണ്ഡിതന്മാരുടെ കരങ്ങളിൽ ഏൽപ്പിക്കണം എന്നതല്ല അവിടെ പറയുന്നത്. മറിച്ച് അവിടെ പറയുന്നത് ദീനാറും ദിർഹവും അല്ല അവർക്ക് അവരനന്തരമായി കൊണ്ട് അമ്പിയാക്കളിൽ നിന്ന് സ്വീകരിക്കുന്നത്. വൈന്നമാ വറസു അൽ ഇൽമ, അറിവിനെയാണ് ഈ അമ്പിയാക്കന്മാരുടെ അനന്തര സ്വത്തായി കൊണ്ട് പണ്ഡിതന്മാർ ഏറ്റെടുക്കുന്നത്. അമ്പിയാക്കൾ സമൂഹത്തിൽ നടത്തിയ ദഅവാ സംരംഭങ്ങളുടെ പിന്മുറക്കാരായി നിലകൊള്ളേണ്ടവരാണ് പണ്ഡിതന്മാരെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ ഓർമ്മപ്പെടുത്തിയ കാര്യമാണ്. അത്രമേൽ ശ്രേഷ്ഠമായ ഒരു ഉത്തരവാദിത്തമാണ് ഈ ദീനി പഠനത്തിന് വേണ്ടി നിലകൊള്ളുക എന്നത് നമ്മൾ ഗൗരവത്തോടു കൂടി മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യമാണ്. നിങ്ങൾക്കറിയുമോ, അബ്ദുറഹ്മാൻ ഇബ്നു സുഖർ അദ്ദൂസി റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞ ഒരു സ്വഹാബി, വളരെ പ്രസിദ്ധനായ ഒരു സ്വഹാബി, അബ്ദുശംസ് എന്ന പേരണിഞ്ഞുകൊണ്ടാണ് അദ്ദേഹം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് ഇസ്ലാം ആശ്ലേഷണത്തിന് വേണ്ടി കടന്നു വരുന്നത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തോട് പേരെന്താണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത് അബ്ദുശംസ് എന്നാണ്, സൂര്യന്റെ അടിമ എന്ന്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ പേര് കേട്ട മാത്രയിൽ അദ്ദേഹത്തിന് ആ പേര് തിരുത്തി മറ്റൊരു പേരിട്ട് അബ്ദുറഹ്മാൻ, നീ സൂര്യന്റെ അടിമയല്ല, പരമകാരുണ്യകനായ പടച്ചവന്റെ അടിമയാണെന്ന മനോഹരമായ നാമം ആ സ്വഹാബിക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സമ്മാനിച്ചു. ആ സ്വഹാബിക്ക് പൂച്ചക്കുട്ടികളോട് വലിയ കാരുണ്യമായിരുന്നു. ആ പൂച്ചക്കുട്ടികളെ കളിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ട സമയത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിന് നൽകിയ ഒരു സ്ഥാനപ്പേരുണ്ട്, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. ആ പേര് കേൾക്കുമ്പോൾ മാത്രം നമുക്കെല്ലാവർക്കും മനസ്സിലാകുന്ന ഒരു സഹാബി, മുഹദ്ദിസായ സഹാബി, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഹദീസ് സ്വീകരിക്കുന്നതിന് വേണ്ടി തന്റെ ജീവിതത്തിന്റെ വലിയ സമയം മാറ്റിവെച്ച മഹാനായ സഹാബി. ആ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിക്കുന്നത് ഹിജ്റ 7-ാം വർഷമാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മരിക്കുന്നതിന് മുൻപെയുള്ള 4 വർഷങ്ങൾക്ക് മുൻപാണ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിക്കുന്നത്. അദ്ദേഹം എന്നാൽ ആ ഒരു സമയം കൊണ്ട് തന്നെ മറ്റു സഹാബികൾക്കൊന്നും ലഭിക്കാത്ത രീതിയിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിന്നാലെ നടന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുമൊഴികളെ, തിരുവചനങ്ങളെ ഏറ്റെടുക്കുവാൻ തയ്യാറായി എന്ന് നമുക്ക് മനസ്സിലാകുന്ന കാര്യമാണ്. എപ്പോഴും ഹദീസിന്റെ ഗ്രന്ഥങ്ങളിലൂടെ നമ്മൾ വിരൽ വെച്ച് വായിക്കുമ്പോൾ അൻ അബീ ഹുറൈറത റളിയല്ലാഹു അൻഹു എന്ന് നമ്മൾ കാണുവാൻ അദ്ദേഹത്തിന്റെ സേവനം, ഹദീസ് രംഗത്ത് അദ്ദേഹത്തിന്റെ സേവനം നമുക്കൊക്കെ അറിയാവുന്ന ഒരു കാര്യമാണ്. അഹ്ലുസ്സുഫയിൽപ്പെട്ട സ്വഹാബിയാണ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. അഹ്ലുസ്സുഫ എന്ന് പറഞ്ഞാൽ താമസിക്കാൻ ഒരു വീടില്ലാത്ത, കുടുംബമില്ലാത്ത, പള്ളിയുടെ, മദീന പള്ളിയുടെ ഓരത്ത് താമസിക്കുന്ന പാവം സ്വഹാബികളിൽ ഒരാളാണ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന്റെ ദാരിദ്ര്യം, അദ്ദേഹത്തിന്റെ പട്ടിണി, അദ്ദേഹത്തിന്റെ തൊഴിലില്ലായ്മ അദ്ദേഹത്തെ വെറുതെ ചടഞ്ഞുകൂടുവാൻ പ്രേരിപ്പിച്ചിട്ടില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം അദ്ദേഹം ഇങ്ങനെ നടക്കും. അദ്ദേഹം പറയുന്നുണ്ട്, എന്റെ സഹോദരങ്ങളായ മുഹാജിറുകൾ അവരങ്ങാടികളിൽ അവരുടെ ബിസിനസ്സും കച്ചവടവുമായി ബന്ധപ്പെട്ട തിരക്കുകളിലായിരുന്നു. അതുപോലെ തന്നെ എന്റെ സഹോദരന്മാരായ അൻസ്വാറുകൾ അവരവരുടെ സമ്പത്ത്, അവരുടെ കൃഷിസ്ഥലങ്ങളിൽ, അവരുടെ കാലികളുമായി ബന്ധപ്പെട്ട കർമ്മങ്ങളിൽ, പ്രവർത്തനങ്ങളിൽ അവർ നിരതരായിരുന്നു. കുൻതും റഅൻ മിസ്കീനൻ, ഞാനൊരു പാവം മനുഷ്യനായിരുന്നു. അൽസമു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലാ മിൽഇ ബത്നി, വയറു നിറയുവോളം ഞാൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെയുണ്ടാകും എന്ന് അദ്ദേഹം പറയുന്നത് നമുക്ക് കാണുവാൻ കഴിയും. അദ്ദേഹം പട്ടിണി കാരണം വിശന്ന് മദീന പള്ളിയിൽ വീണ് കിടക്കുന്ന അവസ്ഥ വരെ നമുക്ക് കാണുവാൻ കഴിയും. അദ്ദേഹം ബോധരഹിതനായി വീണ് കിടക്കുമ്പോൾ ആളുകൾ അദ്ദേഹത്തിന്റെ കഴുത്തിൽ ഇങ്ങനെ തട്ടി നോക്കിയിട്ട് അദ്ദേഹം ഭ്രാന്തനാണോ എന്ന് വിചാരിച്ച് അദ്ദേഹത്തെ ഇങ്ങനെ തട്ടി നോക്കുമായിരുന്നു എന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. വമാ ബി ജുനൂൻ, എനിക്ക് ഭ്രാന്തില്ലായിരുന്നു. വമാ ബി ഇല്ലൽ ജൂഅ്, ഞാൻ ബോധരഹിതനായി വീണത് എന്റെ വിശപ്പ് കാരണമായിരുന്നു എന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നത് നമുക്ക് കാണുവാൻ കഴിയും. അങ്ങനെ ഒരിക്കൽ തന്റെ പഠനത്തിന്റെ സമയത്ത് ഒരു ചെറിയ മറവി വരുന്ന സമയത്ത് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അസ്വസ്ഥനാകുന്നത് നമുക്ക് കാണാൻ കഴിയും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അദ്ദേഹം പരാതി പറയുന്നതും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിന്റെ മേൽക്കുപ്പായത്തിൽ തന്റെ കൈ വെച്ചുകൊണ്ട് അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നതുമൊക്കെ ഹദീസുകളിൽ നമുക്ക് കാണുവാൻ കഴിയുന്ന കാര്യമാണ്.
അങ്ങനെ ഇസ്ലാമിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനങ്ങളെ ഏറ്റെടുക്കുന്നതിന് വേണ്ടി നിലകൊണ്ട അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഒരിക്കൽ അദ്ദേഹം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുന്നുണ്ട്, റസൂലെ, ആർക്കാണ് താങ്കളുടെ ശഫാഅത്തിന്റെ ഭാഗ്യം ലഭിക്കുന്ന ആളുകൾ ആരാണ് റസൂലെ എന്ന് ചോദിക്കുന്ന സമയത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നുണ്ട്, അബൂ ഹുറൈറ, ഈ ചോദ്യം മറ്റാരെക്കാളും മുന്നേ താങ്കൾ എന്നോട് ചോദിക്കുമെന്ന് എനിക്കറിയാമായിരുന്നു. താങ്കൾക്ക് ഹദീസിന്റെ വിഷയത്തിലുള്ള താല്പര്യം എനിക്കറിയാം. താങ്കളായിരിക്കും ആദ്യം എന്നോട് ഈ ചോദ്യം ചോദിക്കുക എന്നത് എനിക്കറിയാമായിരുന്നു എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിനുത്തരമായി കൊണ്ട് പറഞ്ഞു കൊടുക്കാണ് റസൂലിന്റെ ശഫാഅത്ത് കിട്ടുന്ന സൗഭാഗ്യവന്മാരായ ആളുകൾ. അസ്അദുൻ നാസി ബിശഫാഅതി യൗമൽ ഖിയാമ മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹു ഖാലിസൻ മിൻ ഖൽബി. ഹൃദയത്തിൽ ഏറ്റെടുത്തുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപിച്ചവർക്കാണ്, അവർക്കാണ് ആ എന്റെ ശഫാഅത്ത് കിട്ടുക എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത് നമുക്ക് കാണുവാൻ കഴിയും. നിങ്ങൾ ഇവിടെ അൻസാർ അറബിക് കോളേജിന്റെ ലൈബ്രറിയിൽ ഒന്ന് കയറി നോക്കുക. അവിടെ ഒരുപാട് ഗ്രന്ഥങ്ങൾ, അറബിയിൽ എഴുതി വെക്കപ്പെട്ട ഒരുപാട് ഗ്രന്ഥങ്ങൾ നമുക്ക് കാണാൻ കഴിയും. 1000 വർഷങ്ങൾക്ക് മുൻപ് മരിച്ചുപോയ പണ്ഡിതന്മാരുടെ ഗ്രന്ഥങ്ങൾ നമുക്ക് അവിടെ കാണാൻ കഴിയും. വർഷങ്ങൾ ഇത്ര കഴിഞ്ഞിട്ടും ആളുകൾ അവരുടെ ജ്ഞാനം നിറഞ്ഞ ആ ഗ്രന്ഥങ്ങളിൽ നിന്ന് വിജ്ഞാനം ഏറ്റെടുത്തുകൊണ്ടിരിക്കുകയാണ്. അവര് മരിച്ച് വർഷങ്ങൾ കഴിഞ്ഞിട്ടും അവരുടെ ഖബറുകളിലേക്ക് അതിന്റെ പുണ്യം പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് സമൂഹത്തിന് നൽകുവാനുള്ള വലിയൊരു ഉത്തരവാദിത്തമാണ്, അറിവ് ആളുകൾക്ക് പകരുക എന്നുള്ളത്. ചിലപ്പോ നമുക്കൊക്കെ സംശയം തോന്നാം, ഈ AI കാലത്ത്, ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കാലത്ത് ഇനി എന്താണ് വൈജ്ഞാനികമായി സേവനങ്ങൾ നമുക്ക് ചെയ്യാനുള്ളത് എന്നത്. ആ ചോദ്യം തന്നെ വളരെ ഗൗരവം നിറഞ്ഞതാണ്, അപകടം നിറഞ്ഞതാണ്. നമുക്ക് ഉത്തരവാദിത്തങ്ങളുണ്ട്. AI എന്നത് ഒരു ഉപകരണം മാത്രമാണ്. അതിന് എന്ത് സോഴ്സുകളിൽ നിന്നാണോ അറിവ് കിട്ടുന്നത് അതിൽ നിന്നാണ് അത് ആളുകൾക്ക് പകർന്നു കൊടുക്കുക എന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇസ്ലാമിനെ കുറിച്ച് തെറ്റായ വിവരങ്ങൾ കൂടുതലായി ഇത്തരത്തിലുള്ള സെർച്ച് എഞ്ചിനുകൾക്ക് ലഭിച്ചാൽ അതിൽ നിന്നുമുള്ള വിവരങ്ങളായിരിക്കും അവര് ആ സെർച്ച് എഞ്ചിനുകൾ നൽകുക. ഇസ്ലാം വിരുദ്ധരായ ഓറിയന്റലിസ്റ്റുകളുടെ കണ്ടന്റുകൾ, അതല്ലെങ്കിൽ ഷിയാക്കളുടെ കണ്ടന്റുകളൊക്കെ സൈറ്റുകളിൽ അധികരിച്ചാൽ അത് നൽകുന്നതും ഇത്തരത്തിലുള്ള കണ്ടന്റുകളായിരിക്കും എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. മലയാളികൾക്ക് ഉത്തരവാദിത്തമുണ്ട്, ദീനീ പ്രബോധകർക്ക് ഉത്തരവാദിത്തമുണ്ട്. ഇത്തരത്തിലുള്ള സംവിധാനങ്ങളിൽ കൂടി നമ്മൾ ദീനിയായ വിജ്ഞാനങ്ങളെ സംഭാവന ചെയ്യുവാൻ ഉള്ള പ്രാപ്തിയുള്ള, കഴിവുള്ള, ദിശനാശാലികളായ പണ്ഡിതന്മാരെ നിർമ്മിച്ചെടുക്കേണ്ടത് സമൂഹത്തിന്റെ ഉത്തരവാദിത്തമാണ് എന്ന രീതിയിൽ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന കാര്യം തന്നെയാണ്. ആമനൂ മിൻകും വല്ലദീന ഊതുൽ ഇൽമ ദറജാത്ത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളിൽ നിന്നും വിശ്വാസികളായ ആളുകൾക്ക്, അതുപോലെ തന്നെ ഇൽമുള്ളവരായ പണ്ഡിതന്മാർക്ക് അല്ലാഹു ദറജകൾ ഏറ്റിക്കൊടുക്കുന്നതാണ് എന്ന് ഖുർആൻ നമ്മളോട് പറഞ്ഞ കാര്യമാണ്. മയ്യുരിദില്ലാഹു ബിഹി ഖൈറൻ യുഫഖിഹുഹു ഫിദ്ദീൻ. ആർക്കെങ്കിലും അല്ലാഹു നന്മ ആഗ്രഹിച്ചാൽ അവന് ദീനിൽ ഫിഖ്ഹ് നൽകും, അഗാധമായ അറിവ് നൽകും എന്ന് പറഞ്ഞിരിക്കുന്നത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അത്രമേൽ മതപഠനം പ്രോത്സാഹിപ്പിക്കപ്പെടുന്ന കാര്യമാണ് എന്ന് മനസ്സിലാക്കി, അതിന്റെ ഗൗരവം മനസ്സിലാക്കി അത്തരത്തിലുള്ള സ്ഥാപനങ്ങളിലേക്ക് കഴിവും അറിവുമുള്ള നമ്മളുടെ മക്കളെ സംഭാവന ചെയ്യുവാനും ആ വിഷയത്തിൽ ഗൗരവമുള്ള ശ്രദ്ധയുള്ളവരായി അവരുടെ പിന്നാലെ കൂടുവാനും അവരെ പ്രോത്സാഹിപ്പിക്കുവാനും സമൂഹത്തിന് വേണ്ട പണ്ഡിതന്മാരെ, പുതിയ കാലഘട്ടം ആവശ്യപ്പെടുന്ന പണ്ഡിതന്മാരെ വാർത്തെടുക്കുവാനുമുള്ള ദൗത്യം നമുക്കുണ്ട് എന്നത് നമ്മളുടെ ആലോചനകളിൽ നിറയേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പുതിയ കാലഘട്ടത്തിന് അനുകൂലമായ പണ്ഡിതന്മാരെ സമ്മാനിച്ചുകൊണ്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി വഹദ വനസറ അബ്ദ വഹസമൽ അഹ്സാബ വഹദ ഉസല്ലി വഉസല്ലിമു അലാ അഫ്ദലി സ്വലാത്തി വഅസ്ക സലാമി വഅതമ്മ തസ്ലീം അലാ നബിയിന മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലാ ആലിഹി വഅസ്ഹാബിഹി വസല്ലമ തസ്ലീമൻ കസീറ. ഒരിക്കൽ കൂടി അല്ലാഹുവിനെ ഭയപ്പെട്ട് തഖ്വയോടുകൂടി ജീവിക്കണമെന്ന് ഉണർത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. നമ്മൾ അയ്യാമത്ത് തശ്രീഖിന്റെ ദിവസങ്ങളിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറയുന്നുണ്ട്, ഞാൻ നിങ്ങൾക്ക് 3 ദിവസത്തിലധികം
ഉളുഹിയത്തിന്റെ മാംസം എടുത്തു വെക്കുന്നത് വിലക്കിയിരുന്നു. കാരണം അന്ന് ഉണ്ടായിരുന്ന ദാരിദ്ര്യവും കൂടുതൽ ആളുകൾക്ക് അത് വിതരണം ചെയ്യേണ്ടത് കൊണ്ടുമൊക്കെ ആയിരുന്നു എന്നത് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്, ഖദ് ജാ അല്ലാഹു ബിൽ ഖൈർ, അല്ലാഹു നിങ്ങൾക്ക് നന്മ എത്തിച്ചിരിക്കുന്നു. ഫകുലു വതസദ്ദഖു വദ്ദഖിറു, നിങ്ങൾ അതിൽ നിന്ന് കഴിച്ചുകൊള്ളുക, അതുപോലെ തന്നെ നിങ്ങൾ അതിൽ നിന്ന് ആളുകൾക്ക് വിതരണം ചെയ്യുക, നിങ്ങൾ വീട്ടിൽ എടുത്തു വെക്കുക എന്ന് പറഞ്ഞിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്ന വാക്കാണ്, ഇന്ന ഹാദിഹിൽ അയ്യാമു അക്ലിൻ വശുർബിൻ. ഈ അയ്യാമു തശ്രീഖിന്റെ ദിവസങ്ങൾ എന്ന് പറയുന്നത് അത് കഴിക്കുവാനും കുടിക്കുവാനുമുള്ള ദിവസങ്ങളാണ്. ഇത് നമ്മളൊക്കെ പറയുന്നതാണ്. അയ്യാമു തശ്രീഖിന്റെ ദിവസങ്ങൾ തിന്നാനും കുടിക്കാനുള്ളതാണ് എന്ന വാക്കുകൾ മാത്രം നമ്മൾ പലപ്പോഴും പറയും. അതിനുശേഷം ഒരു വാക്ക് കൂടിയുണ്ട്, വദിക്രില്ലാഹി, അള്ളാഹുവിനെ ദിക്ർ ചെയ്യുവാൻ കൂടിയുള്ള ദിവസങ്ങളാണത് എന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അള്ളാഹുവിനെ പറ്റിയുള്ള സ്മരണയിൽ നമ്മൾ നിറയേണ്ടുന്ന ദിവസങ്ങളിലാണ്, മഹത്തായ ദിവസങ്ങളിലാണ് നമ്മൾ ഉള്ളത് എന്ന ഓർമ്മ നമുക്കുണ്ടാകണം. യാ അയ്യുഹല്ലദീന ആമനു ദിക്റുല്ലാഹ ദിക്റൻ കസീറാ വസബ്ബിഹൂഹു ബുക്റതൻ വഅസീലാ. അല്ലയോ വിശ്വാസികളെ, നിങ്ങൾ അള്ളാഹുവിനെ ധാരാളമായിട്ട് ഓർക്കുക, അതുപോലെ തന്നെ പ്രഭാതത്തിലും പ്രദോഷത്തിലും നിങ്ങൾ അവനെ തസ്ബീഹ് ചെയ്യുകയും ചെയ്യുക എന്നത് ഖുർആനിന്റെ ആഹ്വാനമാണ്. ദിക്ർ ചെയ്യുന്നവരായ പുരുഷന്മാർ, ദിക്ർ ചെയ്യുന്നവരായ സ്ത്രീകൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് മഗ്ഫിറത്തും അതുപോലെ തന്നെ മഹത്തായ പ്രതിഫലവും ഒരുക്കി വെച്ചിട്ടുണ്ട് എന്നും ഖുർആൻ നമ്മളോട് പറയുന്ന കാര്യമാണ്. അപ്പോൾ ദിക്റുകൾക്ക് കൂടി വളരെ പ്രാധാന്യമുള്ള ദിവസങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് എന്ന ഒരു ഓർമ്മയും ബോധവും നമുക്കുണ്ടാകേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളിൽ നിന്നുള്ള സൽക്കർമ്മങ്ങളെല്ലാം സ്വീകരിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ തെറ്റുകുറ്റങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ രോഗങ്ങൾ ശമനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്നും മരണപ്പെട്ടു പോയ ആളുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات. اللهم ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم دمر أعداءنا وأعداءك وأعداء الدين. اللهم دمر أعداءنا وأعداءك وأعداء الدين. اللهم ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. اللهم ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. اللهم احفظ بلادنا، اللهم احفظ بلادنا، اللهم احفظ بلادنا وأئمتنا وأمتنا وعلماءنا وأمراءنا وأولادنا وشبابنا من كل الفتن ما ظهر منها وما بطن ومن كيد الشيطان. اللهم إنا نعوذ بك من الشقاق والنفاق وسوء الأخلاق. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار والحمد لله رب العالمين.